പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ സകലത്തിൻ്റെയും സ്രഷ്ടാവായ അത്യുന്നതനായ ദൈവപിതാവിന് എല്ലാ മഹത്വവും നമുക്ക് നൽകാം. അവിടുത്തെ പരിശുദ്ധ നാമം എന്നും എക്കാലവും എല്ലാറ്റിലും ഉപരി സ്തുതിക്കപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. നമ്മെ സ്നേഹിക്കുകയും എല്ലാം നമ്മുടെ നന്മയ്ക്കായി പരിണമിപ്പിക്കുകയും ചെയ്യുന്ന വാത്സല്യനിധിയായ, സ്നേഹനിധിയായ, കരുണാമയനായ അത്യുന്നത ദൈവം നമ്മുടെ ഓരോ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും എന്നും എന്നേക്കും ഈ ഭൂമിയിൽ മഹത്വപ്പെടട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഉന്നതനെന്നും വിശ്വാസ്യമായ ദർശനത്തോടു കൂടിയവനെന്നും ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വലിയൊരു പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ ഒരു വലിയ വിലാപത്തോടെയാണ്. ദൈവത്തിൻ്റെ ഒരു വിലാപമാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. ആകാശങ്ങളെ ശ്രവിക്കുക, ഭൂതലമേ ശ്രദ്ധിക്കുക, കർത്താവ് അരുളിച്ചെയ്യുന്നു. അപ്പോൾ ആകാശത്തെയും ഭൂമിയെയും സാക്ഷിയാക്കിയാണ് ഇത് ദൈവം പറയുന്നത്. അതിന് വലിയ അർത്ഥമുണ്ട്. ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവർ എന്നോട് കലഹിച്ചു. അപ്പോൾ ദൈവപിതാവ് അവിടുത്തെ മക്കളുടെ കലഹത്തെക്കുറിച്ചാണ് ഈ വിലപിക്കുന്നത്. ദൈവം പോറ്റി വളർത്തിയ മക്കൾ. കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തും. വിശേഷബുദ്ധിയില്ലാത്ത മൃഗങ്ങൾക്ക് പോലും അതിൻ്റെ വീടറിയാം, തിരിച്ചു വരേണ്ട സ്ഥലമറിയാം, തിരിച്ചു വരണമെന്നറിയാം. വീണ്ടും ദൈവം പറയുക, എന്നാൽ ഇസ്രായേൽ ദൈവജനം ഗ്രഹിക്കുന്നില്ല, എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരണമെന്ന കാര്യമോ, ആ തിരിച്ചു വരേണ്ട ആവശ്യകതയോ, തിരിച്ചു വരേണ്ട സമയമോ ഗ്രഹിക്കാൻ കഴിയാത്ത ദൈവജനത്തിൻ്റെ അജ്ഞതയെയും ഹൃദയ കാഠിന്യത്തെയും കുറിച്ചാണ് ഇവിടെ ദൈവപിതാവ് വിലപിക്കുന്നത്. തിന്മ നിറഞ്ഞ രാജ്യം, കർത്താവ് തുടരുകയാണ്, തിന്മ നിറഞ്ഞ രാജ്യം, അനീതിയുടെ ഭാരം വഹിക്കുന്ന ജനം, ദുഷ്കർമ്മികളുടെ സന്തതി, ദുർമാർഗികളായ മക്കൾ. അതുകൊണ്ടാണ് തിരിച്ചു വരാൻ കഴിയാത്തത്. അവർ കർത്താവിനെ പരിത്യജിക്കുകയും ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിന്ദിക്കുകയും ചെയ്തു. അവർ എന്നിൽ നിന്നും തീർത്തും അകന്നുപോയി. ഇവിടെ ഈ ദൈവവചനം വായിക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ദൈവജനത്തെക്കുറിച്ചാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്ന് കരുതരുത്. അന്ന് അവരിൽ സംഭവിച്ചിരുന്നു, അല്ല ഈ കാലം മുഴുവൻ സംഭവിച്ചിരുന്നു. ഇത് ഏറ്റവും അധികം സാർത്ഥകമായിരിക്കുന്നത് അന്ത്യകാലത്താണ്. നമ്മൾ കാണും അതെന്തുകൊണ്ടാണ് ഈ ദൈവത്തിൻ്റെ വിലാപം നാം തിരിച്ചറിയേണ്ടത് ഏറ്റവും കൂടുതൽ ആവശ്യകമായിരിക്കുന്നത് അന്ത്യകാലത്താണ് എന്ന് നാം പറയുന്നു. അപ്പോൾ ദൈവപിതാവിൻ്റെ വലിയൊരു വിലാപമാണിത്. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ദൈവം വിലപിക്കുന്നത്? എന്താണ് ദൈവത്തെ വിലപിക്കാൻ പ്രേരിപ്പിക്കുന്നത്? വിലപിക്കുന്ന ദൈവപിതാവിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ വിലാപം തിരിച്ചറിയുന്ന ദൈവമക്കൾ എന്ത് ചെയ്യണം? ഇതൊക്കെ വിശ്വാസികളെന്ന് പറയുന്നവർ, അല്ലെങ്കിൽ ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്നവർ പരിശോധിക്കണ്ടേ? എന്നാൽ ഈ ലോകത്തിലെ തിക്കിലും തിരക്കിലും, ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലും, ഈ ലോകത്തിൻ്റെ ഓട്ടത്തിലും പൂർണ്ണമായും മുഴുകി ലൗകികമായ എല്ലാ കാര്യങ്ങളും മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുന്ന മനുഷ്യന് ഇത് പരിശോധിക്കാനോ കേൾക്കാനോ പോലും സമയമില്ലാതായിരിക്കുന്നു, താല്പര്യമില്ലാതായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വിലാപം നാം പരിശോധിക്കുമ്പോൾ നാം തിരിച്ചറിയണം, ഇന്നൊരുപക്ഷെ ആധുനിക മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നത് പോലെ, മനുഷ്യൻ്റെ ഉത്ഭവം യാദൃശ്ചികമല്ല.
ഏതോ ചില യാദൃശ്യ സംഭവങ്ങളുടെ ഫലമായുണ്ടായ ഏതാനും ചില മൂലകങ്ങൾ ഏതോ യാദൃശ്ചികമായ സാഹചര്യത്തിൽ കൂടിച്ചേർന്നുണ്ടായതിൻ്റെ ഒരു യാദൃശ്ചിക പരിണാമത്തിൻ്റെ അവസാനമല്ല മനുഷ്യൻ. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം. പക്ഷെ ദൈവമക്കൾ തിരിച്ചറിയണം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതാണ്. അവിടുത്തെ മനുഷ്യൻ്റെ ഉത്ഭവം ദൈവത്തിൽ നിന്നാണ്. ദൈവം സൃഷ്ടിച്ചതല്ലാത്ത, ദൈവവചനത്താൽ സൃഷ്ടിക്കപ്പെട്ടതല്ലാത്ത ഒന്നും ഇല്ല. അപ്പോൾ മനുഷ്യൻ്റെ ഉത്ഭവവും ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ഉത്ഭവം സ്നേഹത്തിൽ നിന്നാണ് നമുക്ക് കാണാൻ കഴിയും. കാരണം ദൈവം സ്നേഹമാണ്. അപ്പോൾ ദൈവം എന്തെങ്കിലും നേരം പോക്കിന് വേണ്ടിയോ അല്ലെങ്കിൽ കളിതമാശയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെങ്കിലും ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയോ അല്ല, എന്തെങ്കിലും ആവശ്യമുള്ളത് കൊണ്ടോ അല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്, മക്കൾക്ക് ജന്മം നൽകിയത് അവിടുത്തെ സ്നേഹത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഉത്ഭവത്തിനും ജീവിതത്തിനും എല്ലാം ദൈവസന്നിധിയിൽ അർത്ഥമുണ്ട്, ഉദ്ദേശമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്നേഹിക്കാനാണ്. പിതാവിന് മക്കളെ സ്നേഹിക്കാനും മക്കൾ പരസ്പരം സ്നേഹിക്കാനും അങ്ങനെ സ്നേഹത്തിൽ നിറഞ്ഞ ആനന്ദത്തിൽ ദൈവസന്നിധിയിലായിരിക്കാൻ. സ്നേഹമെന്ന് ലോകം പലപ്പോഴും കരുതുന്ന സ്നേഹമല്ല, പരിശുദ്ധമായ ദൈവികമായ നിഷ്കളങ്കമായ സ്നേഹം. ഈ സ്നേഹത്തെ, ഈ ദൈവസ്നേഹത്തെ പരിശുദ്ധ ബൈബിളിൽ വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. ആ സ്നേഹത്തിൽ മനുഷ്യമക്കൾ ജീവിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം മക്കളെ സൃഷ്ടിച്ചത്. എഫെസസ് 1:4 തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുൻപ് അവിടുന്ന് നമ്മെ യേശുക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. അപ്പോൾ ദൈവം മക്കൾക്ക് ജന്മം നൽകുക മാത്രമല്ല, ഒരു വലിയ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഇന്നും ഇന്നലെയുമല്ല, ഈ ലോകവും ഇവിടെയുള്ളതെല്ലാം സൃഷ്ടിക്കുന്നതിന് മുൻപ് മക്കളെ അവിടുന്ന് തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയാ? അവിടുത്തെ മുൻപിൽ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായി, അമർത്യരും അനശ്വരരുമായി, സ്വർഗീയമായ ശരീരത്തോടെ നിത്യം വസിക്കുവാൻ. അപ്പോൾ ഇങ്ങനെ ഒരു സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ തിന്മയുടെ ഉറവിടമായ സാത്താൻ മനുഷ്യനെ വഞ്ചിക്കുകയും ദൈവത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് അവനെ അകറ്റുകയും ചെയ്തു. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ വലിയ മറ തീർത്തുകൊണ്ട് ദൈവത്തിൽ നിന്നും വളരെ ദൂരെ അകറ്റി മനുഷ്യനെ സാത്താൻ. എന്നാൽ അങ്ങനെ മനുഷ്യനെ വഞ്ചിച്ച ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ സാത്താന് മേലുള്ള വിധിവാചകവും സാത്താൻ്റെ നാശത്തിൻ്റെ പ്രഖ്യാപനവും ദൈവം നടത്തി. ഉൽപ്പത്തി 3:15 നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും, ദൈവം സാത്താനോട് പറയുന്നതാണ്, ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. അപ്പോൾ മനുഷ്യകുലത്തെ വഞ്ചിച്ച സാത്താൻ്റെ മേലുള്ള നിത്യമായ വിധിവാചകം പ്രഖ്യാപിച്ചു ദൈവം. ആ പ്രഖ്യാപനം പൂർത്തിയാകുന്ന കാലമാണ് അന്ത്യകാലം. കാരണം സാത്താൻ ഇതുവരെയും തകർക്കപ്പെട്ടിട്ടില്ല, അവൻ ഇല്ലാതാക്കപ്പെട്ടിട്ടില്ല. വീണ്ടും മനുഷ്യകുലത്തെ വഞ്ചിച്ച സാത്താനോട് ചേർന്ന് പ്രവർത്തിച്ച സകല പിശാചുക്കളുടെയും നാശത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ആത്മാവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റോമ 16:20 സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്തു കളയും. ഇതും ദൈവത്തിൻ്റെ ശപഥത്തോടു കൂടിയുള്ള വാക്ക്. ഇത് ദൈവത്തിൻ്റെ പ്രഖ്യാപനം, പിശാചുക്കളുടെ നാശത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം. അങ്ങനെ സാത്താനെയും പിശാചുക്കളെയും തകർത്ത് ദൈവമഹത്വം സ്വന്തമാക്കി ദൈവത്തോടൊത്ത് വസിക്കാനുള്ള യോഗ്യത നേടി തിരികെ ദൈവസന്നിധിയിലെത്തി ദൈവത്തോടുകൂടെ വസിക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്, ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി തിരിച്ചു വരാൻ. തൻ്റെ ഉത്ഭവത്തിന്, തൻ്റെ അസ്തിത്വത്തിന് കാരണക്കാരനായ ആ ദൈവപിതാവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരണമെന്ന വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് ദൈവം മനുഷ്യനെ
ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വിട്ടത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വന്ന ദൈവപുത്രൻ ഈ ദൈവത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു. അവൻ തന്നിട്ട് പോയ വാഗ്ദാനം ഇതാണ്. യോഹന്നാൻ 14:2-3. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഓരോ ക്രിസ്തീയ വിശ്വാസിയും വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. 2000 വർഷം മുമ്പ് ഭൂമിയിൽ വന്ന ദൈവത്തിൻ്റെ ഏകജാതൻ യേശു ക്രിസ്തു മരിച്ച് പുനരുത്ഥാനം ചെയ്ത് സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു. അപ്പോൾ അവൻ സ്ഥലമൊരുക്കാൻ വേണ്ടി പോയത് പിതാവിൻ്റെ ഭവനത്തിലാണ്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ തിരികെ ദൈവപിതാവിൻ്റെ സന്നിധിയിലേക്ക് നിത്യമായി നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ദൈവപുത്രൻ യേശു ക്രിസ്തു വെളിപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം നാം ഒരു തിരിച്ചുവരവ് കാണുന്നു. തിരിച്ചു വരാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ ഭൂമിയിലേക്ക് ഇറക്കിവിട്ടത്, ഈ ലോകത്തിലേക്ക് ഇറക്കിവിട്ടത്. ഇപ്പോൾ ഇവിടെ ഒരു സഭാപ്രസംഗന പുസ്തകം 3-ാം അധ്യായം 1-ാം തിരുവചനം. ഈ എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്. അപ്പോൾ എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ഇത് ആളുകളൊക്കെ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. എല്ലാറ്റിനും അതിൻ്റേതായൊരു സമയമുണ്ടെന്ന്. അപ്പോൾ നാം തിരിച്ചറിയണം, ഈ സമയം നിശ്ചയിച്ചിരിക്കുന്ന ദൈവമാണ്. ഓരോ സംഗതിക്കും ഓരോ കാര്യത്തിനും ദൈവം സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏശയ്യാ പ്രവാചകനുള്ള ദൈവം വിലപിക്കും നമ്മൾ കണ്ടു. കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തും. അപ്പോൾ എവിടേക്കാണ് തിരിച്ചു വരേണ്ടതെന്നും തിരിച്ചു വരേണ്ട സമയമേതെന്നും വിശേഷബുദ്ധിയില്ലാത്ത മൃഗങ്ങൾക്ക് പോലും അറിയാം. അവിടെയാണ് ദൈവത്തിൻ്റെ വിലാപം നാം തിരിച്ചറിയേണ്ടത്. എന്നാൽ ദൈവമക്കൾ, ദൈവജനം ഈ തിരിച്ചു വരുന്നതിൽ ഒരു ശ്രദ്ധയുമില്ലാത്തവരും മനസ്സില്ലാത്തവരുമായി മാറി. തിരിച്ചു വരേണ്ട സമയം പോലും അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. തിരിച്ചു വരേണ്ട ഒരു സമയമുണ്ട്, അല്ലെങ്കിൽ ഒരു സമയമാവുമ്പോൾ എങ്കിലും ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരണം. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? മത്തായി 16:27 മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ നേരത്തെ കണ്ടതാണ്, ദൈവപുത്രൻ യേശു ക്രിസ്തു വീണ്ടും വെളിപ്പെടുന്നത് നീതി സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവഹിതം പ്രവർത്തിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസത്വൻ്റെ പ്രവൃത്തികൾ ചെയ്ത ദൈവജനത്തിന്, ദൈവമക്കൾക്ക് നിത്യരക്ഷ നൽകി പ്രതിഫലം നൽകാനും, എന്നാൽ ദൈവത്തിൻ്റെ വചനത്തെ തിരസ്കരിച്ച് ജഡത്തിന് വേണ്ടി വിതച്ച് ഈ ഭൂമിയിൽ തങ്ങളുടെ ജഡിക സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് ദൈവത്തെ എതിർക്കുന്നവരുടെ മേൽ, ദുഷ്ടരുടെ മേൽ ശിക്ഷ നടപ്പിലാക്കാനും വേണ്ടി കൂടിയാണ് ദൈവപുത്രൻ വെളിപ്പെടാൻ പോകുന്നത്. അപ്പോൾ രക്ഷയും ശിക്ഷയും നൽകി ദൈവനീതി പൂർത്തിയാക്കണം. ദൈവപിതാവ് അവിടുന്ന് അയച്ചവരിലൂടെ പറഞ്ഞിട്ടുള്ള ഓരോ വാക്കും പൂർത്തിയാക്കപ്പെടണം. എല്ലാ വചനങ്ങളും നിവൃത്തിയാക്കപ്പെടണം. ദൈവത്തിൻ്റെ പദ്ധതികൾ, മനുഷ്യനെക്കുറിച്ചുള്ള പദ്ധതികൾ ഈ ഭൂമിയിൽ പൂർത്തിയാക്കപ്പെടണം. ഇങ്ങനെ പൂർത്തിയാക്കാൻ ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയമാകുമ്പോഴെങ്കിലും ദൈവമക്കൾ ദൈവപിതാവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരണം. ആ തിരിച്ചു വരാൻ മക്കൾ വിസമ്മതിക്കുന്നത് കണ്ടാണ് ദൈവപിതാവ് വിലപിക്കുന്നത്. യെശയ്യാ പ്രവാചന പുസ്തകം 1-ാം അധ്യായം 24-ാം വചനം. ഈ വിലാപത്തിന് തൊട്ട് താഴെ എഴുതിയിരിക്കുക, അതിനാൽ സൈന്യങ്ങളുടെ കർത്താവ്, ഇസ്രായേലിൻ്റെ ശക്തനായവൻ അരുളി ചെയ്യുന്നു. നാം എല്ലാം ഇത് ദൈവത്തിൻ്റെ വാക്കായിട്ട് കേൾക്കണം. പ്രവാചകൻ ഞാൻ പറയുന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്, കർത്താവ് അരുളി ചെയ്യുന്നു. എൻ്റെ ക്രോധം ഞാൻ ശത്രുക്കളുടെ മേൽ ചൊരിയും. ഇത് ഈ ഭൂമിയിൽ വീണ്ടും വരുന്ന ദൈവപുത്രൻ്റെ വാക്കുകളാണ്.
അവനാണ് ദൈവത്തിൻ്റെ ക്രോധം നടപ്പിലാക്കാൻ വരുന്നവൻ, ദൈവപുത്രൻ, വീണ്ടും വരുന്ന ദൈവപുത്രൻ യേശുക്രിസ്തു. എൻ്റെ ക്രോധം എൻ്റെ ശത്രുക്കളുടെ മേൽ ഞാൻ ചൊരിയും, എൻ്റെ വൈരികളോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും. യേശുക്രിസ്തുവിന് ഒന്നാം വരവിൽ അവൻ ആരോടും പ്രതികാരം ചെയ്തില്ല. മനുഷ്യൻ്റെ അടിയും ഇടിയും തുപ്പും നിന്ദനവും പരിഹാസവും പീഡനവും എല്ലാം ഏറ്റ് ദൈവമക്കളെ പ്രതി ദൈവജനത്തെ രക്ഷിക്കാൻ വേണ്ടി അതെല്ലാം സഹിച്ച് അവൻ അതെല്ലാം സ്വീകരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. എന്നാൽ നീതി നടപ്പിലാക്കാൻ, ശത്രുക്കളോട് പ്രതികാരം ചെയ്യാൻ ദൈവപുത്രൻ വെളിപ്പെടുന്നത് അവൻ്റെ രണ്ടാം വരവിലാണ്, അഥവാ അന്ത്യകാലത്താണ്. അതുകൊണ്ട് ഈ പ്രതികാരത്തിൽപ്പെട്ട് നശിച്ചു പോകാതിരിക്കാൻ, ഈ പ്രതികാരം പതിക്കുന്നതിന് മുൻപേ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരണം. അതുകൊണ്ട് ആ സമയം നാം തിരിച്ചറിയണം. യെശയ്യാ പ്രവാചന പുസ്തകം 13-ാം അധ്യായം 6 മുതൽ 13 വരെയുള്ള വചനം. ഉച്ചത്തിൽ വിലപിക്കുവിൻ, കർത്താവിൻ്റെ ദിനം സമീപിച്ചിരിക്കുന്നു. ഇതൊക്കെ അനേകം ആളുകൾ, അതായത് ദൈവവചനം വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ പോലും കെട്ടുകഥകളായും പഴയ ആളുകളെ ചിന്താഗതിയായും പഴയ കാര്യമായും അന്നത്തെ ആളുടെ ബാലിശമായ കാഴ്ചപ്പാടുകളായും ഒക്കെ കണ്ട് തള്ളിക്കളയുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ബൈബിൾ പരിശോധിച്ചാൽ ബൈബിളിൽ ഉടനീളം നമ്മൾ കാണാം കർത്താവിൻ്റെ ദിനത്തെക്കുറിച്ച്. ദൈവം പ്രവർത്തിക്കുന്ന ദിനം, ദൈവത്തിൻ്റെ പ്രതികാരത്തിൻ്റെ ദിനം, ഈ ലോകത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശിക്ഷകൾ വന്ന് പതിക്കുന്ന സമയം, അനേകം കാര്യങ്ങൾ കർത്താവിൻ്റെ ദിനത്തെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ദിനം സമീപിച്ചു എന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർ അറിയണ്ടേ? സർവശക്തിയിൽ നിന്നുള്ള വിനാശം പോലെ അത് വരുന്നു. അപ്പോൾ അത് സർവത്തിൻ്റെ മേലും വിനാശം കൊണ്ടുവരുന്ന സമയമാണ്, ദിനമാണ്. എല്ലാ കരങ്ങളും ദുർബലമാവും, എല്ലാവരുടെയും ഹൃദയം ഉരുകും. ഇപ്പോൾ ദൈവവചനത്തെ ധിക്കരിച്ച്, അല്ലെങ്കിൽ ദൈവമില്ല, ദൈവത്തിന് വാക്കിന് വിലയും കൊടുക്കാതെ തങ്ങളുടേതായ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന, തങ്ങളുടെ സമ്പത്തിലും ആരോഗ്യത്തിലും തങ്ങൾക്കുള്ള മറ്റു സൗകര്യങ്ങളിലും അഭിമാനിച്ചുകൊണ്ട്, അതിലാശ്രയിച്ചുകൊണ്ട് തങ്ങളുടെ കാര്യം തങ്ങൾക്ക് നോക്കാൻ കഴിയുമെന്ന് തങ്ങളിൽ തന്നെ പ്രത്യാശ വച്ചിരിക്കുന്ന ഈ എല്ലാ കരങ്ങളും ദുർബലമാവും. എല്ലാ ഹൃദയങ്ങളും ഭയം കൊണ്ട് ഉരുകും. അവർ സംഭ്രാന്തരാകും. കഠിനവേദനയും ദുഃഖവും അവരെ ഗ്രസിക്കും. ഇതെല്ലാം എഴുതപ്പെട്ട ദൈവവചനങ്ങളാണ്, യഥാകാലം പൂർത്തിയാകാൻ പോകുന്നവ. ഈറ്റുനോവെടുത്തവളെ പോലെ അവർ പിടയും. അവർ പരസ്പരം തുറിച്ചു നോക്കുകയും അവരുടെ മുഖം ജ്വലിക്കുകയും ചെയ്യും, ഭയന്നു. ഇതാ കർത്താവിൻ്റെ ക്രൂരമായ ദിനം ആസന്നമായിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ശത്രുക്കൾക്ക്, ദുഷ്ടർക്ക് അത് ക്രൂരമായ ദിനമാണ്. ഭൂമിയെ ശൂന്യമാക്കാനും പാപികളെ നശിപ്പിക്കാനും കോപത്തോടും ക്രോധത്തോടും കൂടി അത് വരുന്നു. ഇത് ചില ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയുന്ന പോലെ ഇതൊന്നും പ്രതീകാത്മകമല്ല. ഈ വചനങ്ങൾ എങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നുവോ അങ്ങനെ തന്നെ നാം വായിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണം എന്നതാണ് ദൈവത്തിൻ്റെ ഹിതം. ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്രരാശിയും പ്രകാശം തരികയില്ല. സൂര്യൻ ഉദയത്തിൽ തന്നെ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം പൊഴിക്കുകയില്ല. ഇതെല്ലാം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ വാക്കുകളാണ്. ലോകത്തെ അതിൻ്റെ തിന്മ നിമിത്തവും ദുഷ്ടരെ അവരുടെ അനീതി നിമിത്തവും ഞാൻ ശിക്ഷിക്കും. ഇത് ദൈവപുത്രൻ്റെ രണ്ടാം വരവിലാണ്. അഹങ്കാരിയുടെ ഔദ്ധത്യം ഞാൻ അവസാനിപ്പിക്കും. സമ്പത്തിൽ അഹങ്കരിക്കുന്നവർ, ആരോഗ്യത്തിൽ അഹങ്കരിക്കുന്നവർ, അറിവിൽ അഹങ്കരിക്കുന്നവർ, അങ്ങനെ കുറേയേറെ കാര്യങ്ങളിൽ മനുഷ്യൻ അഹങ്കരിക്കുന്നുണ്ട്. ഈ അഹങ്കാരികളുടെ സകല ഔദ്ധത്യവും ദൈവം അവസാനിപ്പിക്കും. നിർദ്ദയൻ്റെ ഗർവ് ഞാൻ ശമിപ്പിക്കും. മനുഷ്യൻ തങ്കത്തേക്കാൾ, മനുഷ്യവംശം ഓഫീർ പൊന്നിനേക്കാൾ വിരളമാകാൻ ഞാൻ ഇടയാക്കും. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ രോഷത്തിൽ, അവിടുത്തെ ക്രോധത്തിൻ്റെ ദിനത്തിൽ ഞാൻ ആകാശത്തെ വിറകൊള്ളിക്കും. ഭൂമി അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇളകും. അപ്പോൾ ഇതിനെല്ലാം ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്.
ആ സമയമാകുന്നു എന്നറിയിപ്പ് നൽകിയിട്ടും ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരാൻ വിസമ്മതിക്കുന്ന ദൈവജനത്തിൻ്റെ ഹൃദയകാഠിന്യം കണ്ടാണ് പിതാവായ ദൈവം വിലപിക്കുന്നത്. ഈ സമയം തിരിച്ചറിയാനോ ഈ വചനങ്ങളിൽ വിശ്വസിക്കാനോ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ സംഭവിക്കാൻ പോകുന്നത് തിരിച്ചറിയുവാനോ മനുഷ്യന് സമയവുമില്ല, താല്പര്യവുമില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവപിതാവ് വിലപിക്കുന്നത് നാം തിരിച്ചറിയണമെങ്കിൽ നാം ആയിരിക്കുന്ന സമയമേതെന്നുകൂടെ നാം തിരിച്ചറിയണം. സഭാപ്രസംഗന പുസ്തകം 8-ാം അധ്യായം 5-ാം വചനം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു: ജ്ഞാനി തക്ക സമയവും വഴിയും അറിയുന്നു. അപ്പോൾ പരിശുദ്ധ ബൈബിൾ ഉടനീളം നമ്മൾ പരിശോധിച്ചാൽ കാണാം, ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ സമയം തിരിച്ചറിയുന്നില്ലെങ്കിൽ ആ പ്രവൃത്തികളുടെ ഒന്നും ഫലം നമുക്ക് സ്വന്തമാക്കാൻ കഴിയില്ല. അഥവാ നമുക്ക് രക്ഷ പ്രാപിക്കാനോ ദൈവം ഒരുക്കിയിരിക്കുന്നത് സ്വന്തമാക്കാനോ കഴിയില്ല. പക്ഷേ ഈ സമയം തിരിച്ചറിയണമെങ്കിൽ ജ്ഞാനം ലഭിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യൻ പരക്കം പായുന്നത് മുഴുവൻ ഭൗതിക വിജ്ഞാനത്തിൻ്റെ പുറകെ. ആ വിജ്ഞാനം കൊടുക്കുന്ന ശക്തിയിലും ആ വിജ്ഞാനം വാഗ്ദാനം ചെയ്യുന്ന സമൃദ്ധിയിലും അറിവ് ആ വിജ്ഞാനം കൊടുക്കുന്ന അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്യുന്ന സ്വാധീനത്തിലും ആണ് ഇന്ന് മനുഷ്യൻ പ്രത്യാശ വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, അന്ത്യകാലത്ത് ഏറ്റവും അധികം ലോകത്തിൽ വളരുന്ന ഒരു കാര്യമാണ് അറിവ്. ഇപ്പോൾ ദാനിയേൽ പ്രവാചകനിലൂടെ ദൈവപിതാവ് അത് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ദാനിയേൽ 12:8-10. ദാനിയേൽ ദർശനമെല്ലാം കണ്ടിട്ട് പറയുക: ഞാൻ കേട്ടെങ്കിലും എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചു, പ്രഭു, ഇതിൻ്റെ എല്ലാം പൊരുളെന്താണ്? അപ്പോൾ അവൻ പറഞ്ഞു, ദാനിയേലേ, നീ നിന്റെ വഴിക്ക് പോവുക. ഈ വചനം അവസാന ദിനം വരേക്കും അടച്ചു മുദ്ര വെച്ചതാണ്. അപ്പോൾ അനേക ദൈവിക രഹസ്യങ്ങളുണ്ട്. അങ്ങനെ അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നിർമ്മലരാക്കി വെണ്മയറ്റവരാക്കുകയും ചെയ്യും. എന്നാൽ ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിക്കും. അവർ ഗ്രഹിക്കുകയില്ല, ജ്ഞാനികൾ ഗ്രഹിക്കും. അപ്പോൾ ഗ്രഹിച്ചാൽ മാത്രമാണ് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ കഴിയുള്ളൂ. തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ദുഷ്ടരുടെ മേൽ പതിക്കുന്ന ശിക്ഷയിൽ പെട്ടു നശിക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരണം. അതിന് സമയമറിയണം, അതിന് ജ്ഞാനമുണ്ടാകണം. ജ്ഞാനമില്ലാത്തവർ ഗ്രഹിക്കില്ല, അവർ ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അന്ത്യകാലത്ത് നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ, ദൈവത്തിന് ലഭിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് ജ്ഞാനം. അത് ലോകം പറയുന്ന വിജ്ഞാനമല്ല, അല്ലെങ്കിൽ ലോകം വാഴ്ത്തുന്ന ജ്ഞാനമല്ല, ദൈവപിതാവിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനം. ജെറമ്യാ പ്രവാചന പുസ്തകം 13-ാം അധ്യായം 15 മുതൽ 17 വരെ: നിങ്ങൾ കാതോർത്ത് കേൾക്കുവിൻ. അതിന് പിതാവ് പറയുക, ദൈവപിതാവ് പറയുക, മക്കളെ, നിങ്ങൾ കാതോർത്ത് കേൾക്കുവിൻ, അഹങ്കരിക്കരുത്, കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കേൾക്കാൻ മനുഷ്യന് സമയമില്ല. ദൈവം പറയുന്നത് എന്തെന്ന് കേൾക്കാനുള്ള സാവകാശമോ സമയമോ താല്പര്യമോ മനുഷ്യനില്ല. കാര്യം അതുകൊണ്ട് ഭൗതികമായ നേട്ടമൊന്നുമില്ല. ഈ ലോകത്തിൽ പണവും സമ്പത്തൊന്നും നേടിത്തരില്ല. അതിന് ഏറ്റവും വലിയൊരു കാരണമാണ് ദൈവത്തിൻ്റെ വചനം കാതോർത്ത് കേൾക്കാതിരിക്കാൻ മനുഷ്യനെ പ്രചോദിപ്പിക്കുന്ന അല്ലെ കാരണമാക്കുന്ന കാര്യമാണ് അഹങ്കാരം. അതിൻ്റെ കർത്താവ് ഇങ്ങനെ പറയുന്നത്: നിങ്ങൾ കാതോർത്ത് കേൾക്കുവിൻ, അഹങ്കരിക്കരുത്. അപ്പോൾ അഹങ്കാരിക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ കഴിയില്ല. അതിനവന് സാവകാശമുണ്ടാകില്ല, അതിനവന് മനസ്സുണ്ടാവില്ല. വീണ്ടും കർത്താവ് പറയുക, കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുൻപ്, കർത്താവ് അന്ധകാരം വരുത്താൻ പോവാണ് കർത്താവിൻ്റെ ദിനത്തിൽ. നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിന് മുൻപ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവിൻ. ഇന്ന് മനുഷ്യനത് ചെയ്യുന്നില്ല. മനുഷ്യനെപ്പോഴും മനുഷ്യൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് ജീവിക്കണേ. അവനവൻ്റെ മഹത്വം, മറ്റുള്ളവരുടെ മഹത്വം. അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിൻ്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും ലഭിക്കുക. നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ, ഈ വചനം ശ്രദ്ധയോടെ കേൾക്കണേ, ദൈവത്തിൻ്റെ വേദന അവിടെ എഴുതിയിരിക്കുന്നത്,
നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ, കർത്താവിലേക്ക് തിരിച്ചു വരാനും കർത്താവിനെ അന്വേഷിക്കാനും കർത്താവിന് മഹത്വം നൽകാനും ഉള്ള ദൈവത്തിൻ്റെ ആഹ്വാനം നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി, അപ്പോൾ അനുസരണക്കേട് കാരണം മനുഷ്യൻ്റെ അഹങ്കാരമാണ്. നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും. ദൈവം പറയുക, രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും. കർത്താവിൻ്റെ അജഗണത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകയാൽ ഞാൻ ഉള്ളുരുകി കരയും, കണ്ണുനീർ ധാരധാരയായി ഒഴുകും. ഇത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഏതോ നാട്ടിൽ സംഭവിച്ച സംഭവങ്ങളുമായി ബന്ധിപ്പിച്ച് ഏതെങ്കിലും പഴയ കാര്യത്തിന് ചരിത്ര വിവരണമായി തള്ളിക്കളയരുത്. ഇത് ദൈവത്തിൻ്റെ വിലാപമാണ്. മക്കൾ ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തിന് മുമ്പിൽ അഹങ്കാരം കാണിച്ചുകൊണ്ട് ദൈവത്തെ ധിക്കരിക്കുന്നത് കാണുന്ന ദൈവത്തിൻ്റെ വിലാപം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മനുഷ്യരുടെ വിലാപം മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ്. മനുഷ്യത്വമുള്ളവരെന്ന് പറയുന്നവരെല്ലാം മനുഷ്യൻ്റെ വേദന തിരിച്ചറിയുന്നുണ്ട്. മനുഷ്യൻ വിലപിക്കുമ്പോൾ സങ്കടം വരാറുണ്ട്. മനുഷ്യൻ്റെ വേദന കാണുമ്പോൾ ഹൃദയം വേദനിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വേദന ദൈവവിശ്വാസി എന്ന് പറയുന്ന നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ദൈവപിതാവ് വിലപിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിൻ്റെ വേദന നിങ്ങളെ എന്തെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാമറിയം, പരിശുദ്ധയമ്മ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ തന്നെ 300-ലധികം സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളതായി ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൽ പലയിടങ്ങളിലും പരിശുദ്ധ അമ്മ വിലപിച്ചതായി, കണ്ണുനീർ വാർത്തതായി നാം കേട്ടിട്ടുണ്ട്. ഇതൊക്കെ പലരും കെട്ടുകഥകളായും തോന്നലായും തള്ളിക്കളയാറുണ്ട്. എന്നാൽ പരിശുദ്ധ അമ്മ അനേക ഇടങ്ങളിൽ കണ്ണുനീരോടെയാണ് വന്നിട്ടുള്ളത്. ഈ പരിശുദ്ധ അമ്മയുടെ രൂപവും ഫോട്ടോവും ഒക്കെയായി ചുമന്നോട് നടക്കുന്നുണ്ടെങ്കിലും ഇന്ന് വരെ ഈ അമ്മയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ പോലും അമ്മ എന്തിനാണ് വിലപിച്ചത് എന്ന് പരിശോധിച്ചിട്ടില്ല. പിതാവായ ദൈവത്തിൻ്റെ വേദനയാണ്, പിതാവായ ദൈവത്തിൻ്റെ വിലാപമാണ് പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിൽ കണ്ണുനീരൊഴുക്കി കാണിച്ചു തന്നത്. പിതാവിൻ്റെ വേദനയിലേക്ക് നാം ശ്രദ്ധ തിരിക്കാൻ, പിതാവിൻ്റെ വേദന നമ്മുടെ വേദനയായി മാറാൻ, അങ്ങനെ പിതാവിൻ്റെ വേദനയ്ക്ക് നാം ശമനം കൊണ്ടുവരുവാൻ. അപ്പോൾ തിരിച്ചു വരേണ്ട കാലമായിട്ടും മക്കൾ തിരിച്ചു വരുന്നില്ലെങ്കിൽ അനിവാര്യമായ ദൈവനീതിയുടെ നടപ്പിലാക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ക്രോധത്തിലും പ്രതികാരത്തിലും പെട്ട് ദൈവമക്കൾ നശിച്ചു പോകും എന്ന് തിരിച്ചറിയുന്ന ദൈവമാണ് അതിനു മുമ്പ് മക്കൾ തിരിച്ചു വരാൻ വേണ്ടി വിലപിക്കുന്നത്. ഈ സമയവും തിരിച്ചറിയാത്ത മക്കളുടെ അജ്ഞതയെക്കുറിച്ചും തിരിച്ചു വരാൻ വിസമ്മതിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയ കാഠിന്യത്തെക്കുറിച്ചും ദൈവം വിലപിക്കുന്നത്. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും രക്ഷ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വിലാപം നാം തിരിച്ചറിയണം. ദൈവം വിലപിക്കുന്നതിന് നാം ചെയ്യേണ്ട പരിഹാരം ചെയ്യണം. അഥവാ ദൈവം എന്തിനു വേണ്ടിയാണോ വിലാപത്തോടെ നമ്മോട് എന്ത് ചെയ്യാനാണോ വിലാപത്തോടെ നമ്മോട് ആവശ്യപ്പെടുന്നത് അത് നാം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, അത് ചെയ്യാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസാന അവസരമാണ് നാം ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടം. യെരമ്യാ പ്രവാചന പുസ്തകം 8-ാം അധ്യായം 4 മുതൽ 12 വരെയുള്ള വചനങ്ങൾ. ദൈവം പ്രവാചകനോട് പറയുക, നീ അവരോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, വീണവൻ എഴുന്നേൽക്കുകയില്ലേ? അപ്പോൾ വീണു പോയെങ്കിലും കർത്താവ് പറയുക, എഴുന്നേൽക്ക്. നീ പാപത്തിൽ വീണുപോയോ? എഴുന്നേൽക്ക്. നീ ലോകത്തിൻ്റെ മോഹങ്ങൾ പെട്ടുപോയോ? എഴുന്നേൽക്ക്. ഈ ലോകത്തിൻ്റെ മോഹം നിന്നെ വലിച്ചഴിച്ചുകൊണ്ട് പോയോ? എഴുന്നേൽക്ക്. വീണവൻ എഴുന്നേൽക്കുകയില്ലേ? വഴി തെറ്റിയവൻ മടങ്ങി വരാതിരിക്കുമോ? പക്ഷെ മനുഷ്യന് അതിന് താല്പര്യമില്ല. എന്തുകൊണ്ടാണ്? നോക്കിയ പിതാവിൻ്റെ വേദന. എന്തുകൊണ്ടാണ് ഈ ജനം ഒടുങ്ങാത്ത മാത്സര്യത്തോടെ മറുതലിക്കുന്നത്?
ഇതാണ് ദൈവത്തിന് ഏറ്റവും വലിയ വിലാപത്തിന് കാരണം. ദൈവജനം ഒടുങ്ങാത്ത മാത്സര്യത്തോടെ ദൈവത്തോട് മറുതലിക്കുകയാണ്. ദൈവത്തിൻ്റെ വാക്കുകൾ പുച്ഛിച്ചു തള്ളി, ദൈവം കൊടുക്കുന്ന അവസരങ്ങൾ തിരസ്കരിച്ച്, ദൈവം കൈനീട്ടിയിട്ടും അത് തട്ടിക്കളഞ്ഞ് ഒടുങ്ങാത്ത മാത്സര്യത്തോടെ ദൈവത്തോട് മറുതലിക്കുന്ന ധിക്കാരികളുടെ തലമുറയായി ഈ തലമുറ. വഞ്ചനയിലാണ് അവർക്ക് ആസക്തി, തിരിച്ചു വരാൻ അവർക്ക് മനസ്സില്ല. അപ്പോൾ ദൈവജനത്തിന് തിരിച്ചു വരാൻ, ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ, അല്ലെങ്കിൽ അവരവരാഗ്രഹിക്കുന്ന ചില സിസ്റ്റത്തിലേക്കും ചില സംവിധാനത്തിലേക്കും ചില മാനുഷിക വ്യക്തികളിലേക്കും തിരിച്ചു വരാനല്ല പിതാവ് പറയുന്നത്, ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ. അവർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. കർത്താവ് പറയുക, അവർ സത്യമല്ല പറഞ്ഞത്. അവരിൽ ദൈവവചനമില്ല. ലോകത്തിൻ്റെ തത്വശാസ്ത്രങ്ങളും ദൈവശാസ്ത്രങ്ങളും ലോകത്തിൻ്റെ തർക്കശാസ്ത്രങ്ങളും ലോകത്തിന് ശ്രേഷ്ഠമെന്ന് കരുതുന്ന ചിന്താധാരകളുമാണ് അവിടെ നാവിൽ. എന്താണ് ഞാൻ ഈ ചെയ്തതെന്ന് പറഞ്ഞ് ഒരുവനും തൻ്റെ ദുഷ്ടതയെക്കുറിച്ച് അനുതപിക്കുന്നില്ല. അനുതാപരാഹിത്യം, അനുതപിക്കാൻ കഴിയാത്ത ഹൃദയകാഠിന്യം, ഇതൊക്കെയാണ് ദൈവം ഇന്ന് മനുഷ്യമക്കളിൽ കാണുന്നത്. പട്ടക്കളത്തിലേക്ക് പായുന്ന കുതിരയെപ്പോലെ ഓരോരുത്തരും അവനവൻ്റെ വഴിക്ക് പോകുന്നു. ആർക്കാണ് സമയം? എല്ലാവരും തിരക്കാണ്, എല്ലാവരും ഓട്ടത്തിലാണ്. പട്ടക്കളത്തിലേക്ക് പായുന്ന കുതിരയെപ്പോലെ എല്ലാവരും ഈ ലോകത്തിൽ വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പിടിക്കാനും മാക്സിമം സുഖങ്ങളും സൗകര്യങ്ങളും ആസ്വദിക്കാനും ഈ ലോകത്തിൽ മഹത്വം നേടാനുമായി പാഞ്ഞു പോവുകയാണ്. ആകാശത്തിൽ പറക്കുന്ന ഞാറപ്പക്ഷിക്ക് പോലും അതിൻ്റെ കാലമറിയാം. മാടപ്രാവും മീവൽ പക്ഷിയും കൊക്കും തിരിച്ചു വരാനുള്ള സമയം പാലിക്കുന്നു. കാരണം ദൈവം ഈ സൃഷ്ടികളിലെല്ലാം ജ്ഞാനം നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ ജ്ഞാനം നഷ്ടപ്പെടുത്തിയ മനുഷ്യന് തിരിച്ചു വരാനുള്ള സമയം പോലും അറിഞ്ഞുകൂടാ. എവിടേക്കാണ് തിരിച്ചു വരേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. തിരിച്ചു വരാൻ അവന് മനസ്സില്ല. എൻ്റെ ജനത്തിനാകട്ടെ കർത്താവിൻ്റെ കൽപ്പന അറിഞ്ഞുകൂടാ. അപ്പോൾ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ മനുഷ്യന് ദൈവം കൊടുത്ത തിരിച്ചു വരാനുള്ള, തങ്ങളെ വഞ്ചിച്ച സാത്താനെയും പിശാചുക്കളെയും തകർത്ത് തിരിച്ചു വരാനുള്ള ദൈവം കൊടുത്ത കൽപ്പന ജ്ഞാനികളെന്ന് അവകാശപ്പെടുന്ന മനുഷ്യന്, ദൈവജനത്തിന് അറിഞ്ഞുകൂടാ. ഇത് ദൈവത്തിൻ്റെ കുറ്റപ്പെടുത്തൽ. ഞങ്ങൾ ജ്ഞാനികളാണ്, കർത്താവ് പറയുന്നു നോക്കി, ഞങ്ങൾ ജ്ഞാനികളാണ്, കർത്താവിൻ്റെ നിയമം ഞങ്ങൾ അനുസരിക്കുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? ഇത് ദൈവത്തിൻ്റെ കുറ്റപ്പെടുത്തലാണ്. തിരിച്ചു വരുന്ന സമയം പോലും അറിയാത്ത, തിരിച്ചു വരാൻ മനസ്സില്ലാത്ത നിങ്ങൾക്ക് ഞങ്ങൾ ജ്ഞാനികളാണ്, ഞങ്ങളെല്ലാം അറിയുന്നവരാണ്, ഞങ്ങൾ വചനം പഠിച്ചവരാണ്, ഞങ്ങൾ പാരമ്പര്യമുള്ളവരാണ്, ഞങ്ങളെല്ലാം അറിയുന്നവരാണ്, ഞങ്ങൾ തർക്കശാസ്ത്ര വിദ്വാൻമാരാണ്, ഞങ്ങൾ ദൈവശാസ്ത്ര വിശാരദന്മാരാണ് എന്നൊക്കെ എങ്ങനെ പറയാൻ കഴിയും? നിയമജ്ഞന്മാരുടെ ദൈവശാസ്ത്രജ്ഞന്മാരുടെ വ്യാജമായ തൂലിക. കർത്താവിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് നമുക്ക് കേൾക്കണം. വ്യാജം മാത്രം വരുന്ന തൂലിക ദൈവത്തിൻ്റെ നിയമത്തെ വ്യാജമാക്കിയിരിക്കുന്നു. വിജ്ഞാനികൾ ലജ്ജിതരാവും. ഇത് നാം ഉടനെ കാണാൻ പോകുന്ന കാര്യം. വിജ്ഞാനികൾ ലജ്ജിതരാവും. കാരണം അവർ പ്രത്യാശ അർപ്പിക്കുന്ന വിജ്ഞാനം കൊണ്ട് അവർക്കൊരു പ്രയോജനം ഉണ്ടാവില്ല. അവർ സംഭ്രമിക്കുകയും പിടിക്കപ്പെടുകയും ചെയ്യും. കർത്താവിൻ്റെ വാക്കുകളെ അവർ നിരസിച്ചു. അവരുടെ വിജ്ഞാനം കൊണ്ട് എന്തു ഫലം? ഒരു ഫലവുമില്ല. അശ്രദ്ധമായിട്ടാണ് എൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ അവർ വെച്ച് കെട്ടുന്നത്. അപ്പോൾ ജനത്തിൻ്റെ മുറിവുകൾ വെച്ച് കെട്ടുന്നവരെ കുറിച്ചാണ് ഈ പറയുന്നത്. ജനത്തെ പരിപാലിക്കുന്നവരെ കുറിച്ചാണ് ഈ പറയുന്നത്. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്നവർ പറയുന്നു. ഇനി നമ്മൾ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം വായിച്ചാൽ കാണാം, സമാധാനവും ഭദ്രതയുമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവവേദന ഉണ്ടാകുന്ന പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ പതിക്കും. അപ്പോൾ സമാധാനമില്ലാതിരിക്കെ, ദൈവത്തിൽ നിന്നുള്ള സമാധാനമില്ലാതിരിക്കെ എല്ലാം സമാധാനമാണ് എന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. മ്ലേച്ഛത പ്രവർത്തിച്ചപ്പോൾ അവർക്ക് ലജ്ജ തോന്നിയോ? ഇല്ല.
ഒട്ടുമില്ല. ഇത് ദൈവത്തിൻ്റെ വാക്കാണ്. ലജ്ജ എന്തെന്നവർ മറന്നുപോയി. അപ്പോൾ നാം ദൈവസന്നിധിയിൽ ലജ്ജിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ചെയ്തിട്ടും ലജ്ജ പോലും തോന്നണില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ അവരും വീണുപോകും. ഞാൻ വിധിക്കാൻ വരുന്ന ദിവസം അവർ നാശമടയും കർത്താവ് അരുളിച്ചെയ്യുന്നു. അപ്പോൾ ഏത് സമയമാണെന്ന് വളരെ വ്യക്തം. കർത്താവ് വിധിക്കാൻ വരുന്ന സമയം. യേശുക്രിസ്തുവിന് ഒന്നാം വരവിൽ അവൻ വിധി നടത്താനല്ല വന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അവൻ്റെ രണ്ടാം വരവിലാണ് അവൻ വിധിക്കാൻ വരുന്നത് എന്ന് എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കും അറിയാം. അപ്പോൾ യേശുക്രിസ്തു ന്യായം വിധിക്കാൻ വരുന്ന അവൻ്റെ രണ്ടാം വരവിൻ്റെ സമയത്ത് ഈ ഭൂമിയിലുള്ള ദൈവജനത്തെക്കുറിച്ചാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. അവർക്ക് തിരിച്ചു വരാനുള്ള സമയം പോലും അറിയില്ല. തിരിച്ചു വരാനുള്ള സമയമായി എന്നാരെങ്കിലും പറഞ്ഞാലോ പറയുന്നവനെ ഉപദ്രവിക്കുകയും പരിഹസിക്കുകയും ചെയ്യും. കാര്യം ഞങ്ങൾ ജ്ഞാനികളാണ് എന്നവർ അവകാശപ്പെടും. ഹോസിയ 5:4 തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. അവർ കർത്താവിനെ അറിയുന്നുമില്ല. അപ്പോൾ നമ്മൾ കണ്ടു, യെരമ്യാ പ്രവാചകന്റെ കർത്താവ് പറയുന്നു, എന്താണ് ദൈവജനത്തിന് ദൈവപിതാവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരാനുള്ള സമയമറിയാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് അവർക്ക് തിരിച്ചു വരാൻ കഴിയാത്തതിൻ്റെ കുറേയേറെ കാരണങ്ങൾ യെരമ്യാ പ്രവാചകൻ വഴി കർത്താവ് നിരത്തി. ഇവിടെ ഹോസിയ പ്രവാചകൻ പറയുക, അവർക്ക് തിരിച്ചു വരാൻ കഴിയില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. അവർ കർത്താവിനെ അറിയുന്നുമില്ല. പക്ഷെ വിരോധാഭാസം, ഞങ്ങളാണ് കർത്താവിനെ അറിയുന്നവർ എന്ന് അവകാശപ്പെടുന്നവരാണ് പലപ്പോഴും. പക്ഷെ ദൈവം പറയുന്നു അവർ കർത്താവിനെ അറിയുന്നില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ ഈ സമയം തിരിച്ചറിയുമായിരുന്നു, കർത്താവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുമായിരുന്നു. അത് ചെയ്യാത്തത് കൊണ്ട് അവർ കർത്താവിനെ അറിയുന്നില്ല എന്നവർ തന്നെ സാക്ഷ്യപ്പെടുത്തും. മത്തായി 13:15 അവർ കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ഞാൻ അവർക്ക് രക്ഷ നൽകുകയും ചെയ്യുക അസാധ്യമാകുമാറ് ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. അതാണ് കാരണം. അപ്പോൾ എന്തുകൊണ്ടാണ് തിരിച്ചു വരാൻ കഴിയാത്തത്? അവരുടെ ഹൃദയം കഠിനമായിരിക്കുന്നു. ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു. കേൾക്കേണ്ടത് കേൾക്കാൻ കഴിയുന്നില്ല. ദൈവത്തിൻ്റെ സ്വരം കേട്ട് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. കണ്ണവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. കാണേണ്ടത് കാണാനും കഴിയുന്നില്ല. കാണാൻ പാടില്ലാത്ത കാണാൻ കണ്ണുകൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ കണ്ണുകൾ അടച്ചിരിക്കുന്നു, കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു, ഹൃദയം കഠിനമായിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മാനസാന്തരപ്പെടാനും ദൈവം അവരെ രക്ഷിക്കാനും അസാധ്യമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് തിരിച്ചു വരാൻ കഴിയാത്തത്. കണ്ണുകൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നു, കാത് അടയ്ക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം വായിച്ചാൽ ഇത് ദൈവം തന്നെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമുക്ക് കാണാൻ കഴിയും. അതിന് കാരണവും അവിടെ എഴുതിയിട്ടുണ്ട്. മർക്കോസ് 1:15 അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇതൊക്കെ 2000 വർഷത്തെ മുമ്പത്തെ കാര്യമാണെന്നാണ് ഇത് വായിക്കുന്നവർ എപ്പോഴും കരുതിയിരിക്കുന്നത്. ഇത് 2000 വർഷം മുമ്പത്തെ കാര്യമല്ല എഴുതപ്പെട്ടിരിക്കുന്നത്. എപ്പോഴാണോ സമയം പൂർത്തിയാവുന്നത് ആ സമയത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവിലായാലും യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ സമയം പൂർത്തിയാകുമ്പോഴായാലും പ്രസംഗിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ അനുതപിക്കാൻ കഴിയണം. ഇന്ന് മനുഷ്യന് കഴിയാത്തതും അതുതന്നെയാണ്. കാരണം അവനിൽ ദൈവസ്നേഹമില്ല. ഒരുവനിൽ ദൈവസ്നേഹമുണ്ടെങ്കിലാണ് താൻ ചെയ്യുന്ന പ്രവൃത്തികൾ എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ആ വേദന ഉൾക്കൊണ്ടുകൊണ്ട് ആ പാപത്തെക്കുറിച്ച് അനുതപിക്കാനും ആ പാപം ഉപേക്ഷിക്കാനും അവന് കഴിയുള്ളൂ.
എന്നാൽ ദൈവസ്നേഹമില്ലാത്ത ഒരു സമൂഹത്തിന്, ദൈവസ്നേഹമില്ലാത്ത വ്യക്തികൾക്ക് എങ്ങനെ ദൈവത്തിലേക്ക് തിരിയാനും വിശ്വസിക്കാനും കഴിയും? പാപത്തിൽ ആനന്ദിക്കുന്ന, പാപം തരുന്ന സുഖങ്ങളിൽ മതിമറന്ന് അതിനുവേണ്ടി മാത്രം ജീവിക്കാൻ ബന്ധപ്പെടുന്ന ആളുകൾക്ക് എങ്ങനെ അനുദപിക്കാൻ കഴിയും? അതുകൊണ്ട് തിരിച്ചു വരാനും അവർക്ക് കഴിയില്ല. 2 തിമോത്തിയോസ് 4:3-4 ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. ഈ കാലം വരുന്നു എന്ന് 2000 വർഷം മുമ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവചിച്ചിരിക്കുന്നത് അന്ത്യകാലത്തെക്കുറിച്ചാണ്. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ. എന്താണ് കേൾവിക്ക് ഇമ്പമുള്ളത്? ഈ ലോകത്തിൽ തങ്ങൾക്ക് സുഖം നേടിത്തരുന്ന കാര്യങ്ങൾ, ഈ ലോകത്ത് തങ്ങൾക്ക് സമ്പത്ത് നേടിത്തരുന്ന കാര്യങ്ങൾ, ഈ ലോകത്ത് തങ്ങൾക്ക് മഹത്വം നേടിത്തരുന്ന കാര്യങ്ങൾ, തങ്ങളുടെ ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ, അതാണ് കേൾവിക്കിമ്പമുള്ളവ. കേൾവിക്കിമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന ഇതൊക്കെ പ്രസംഗിക്കുന്ന പ്രബോധകരെ വിളിച്ചു കൂട്ടും. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. അവർ സത്യത്തിന് നേരെ, എഫേസ്യസ് 1-ാം വായിച്ചാൽ കാണാം ഏതാണ് ആ സത്യം. രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം. അവർ സത്യത്തിനു നേരെ ചെവി അടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. അവർക്കെങ്ങനെ തിരിച്ചു വരാൻ കഴിയും? ദൈവത്തിൻ്റെ സത്യം കേട്ട് ഗ്രഹിച്ചാലല്ലേ തിരിച്ചു വരാൻ കഴിയുള്ളൂ. അപ്പോൾ ആ സത്യം ഉപേക്ഷിച്ച് തങ്ങൾക്ക് കേൾക്കാൻ ഇമ്പമുള്ളവയിലേക്ക് മാത്രം ശ്രദ്ധ തിരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. അവർക്കാർക്കും തിരിച്ചു വരാനുള്ള ദൈവത്തിൻ്റെ വിലാപം ഗ്രഹിക്കാൻ പോലും കഴിയില്ല. ആ ദൈവത്തിൻ്റെ വിലാപം അവരെ ബാധിക്കുകയുമില്ല. 1 യോഹന്നാൻ 2:15-17 ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ലോകവസ്തുക്കളോടുള്ള, ലോകത്തോടുള്ള സ്നേഹമുള്ള ഒരാൾക്ക് ദൈവത്തിൻ്റെ സ്നേഹം ഉണ്ടായിരിക്കില്ല. അങ്ങനെ പിതാവിൻ്റെ സ്നേഹമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ പിതാവിൻ്റെ വിലാപം തിരിച്ചറിയാൻ കഴിയും? അവനെങ്ങനെ പിതാവിൻ്റെ വിലാപം അവനെ വേദനിപ്പിക്കും? എന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല, പ്രത്യുത ലോകത്തിൻ്റേതാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റേതായ കണ്ണുകളുടെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇതിൽ ആനന്ദിക്കുകയും അത് തൃപ്തിപ്പെടുത്താൻ വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നവർക്ക് പിതാവിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ഇതെല്ലാം ദൈവത്തിൽ നിന്നും അകറ്റിക്കൊണ്ടു പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതെല്ലാം തൃപ്തിപ്പെടുത്തി തരാനാണ് സാത്താൻ അനേകം മാർഗങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നത്. അങ്ങനെ അവയിൽ തളച്ചിട്ട് ദൈവമക്കൾ ദൈവസന്നിധിയിലേക്ക് തിരിയാൻ പാടില്ല എന്ന സാത്താൻ്റെ ഉദ്ദേശം അവൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു. അതാണ് കാരണം. ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും. അപ്പോൾ നാം ദൈവസന്നിധിയിൽ എന്നേക്കും നിലനിൽക്കേണ്ടവരാണ്. അതിനു വേണ്ടിയാണ് ദൈവം മക്കളെ സൃഷ്ടിച്ചത് എന്ന് നമ്മൾ കണ്ടു. അതിന് ദൈവത്തിൻ്റെ ഹിതം പ്രവർത്തിക്കണം, ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയണം, ആ ദൈവഹിതത്തോട് വിശ്വസ്തത പുലർത്തണം. അപ്പോൾ ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ വിലാപം സ്വരം കേട്ട് നാം തിരിച്ചു വരാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവസാന അവസരമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:30 അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. കർത്താവ് കാരുണ്യവാനാണ്, കൺസെഷൻ തരാൻ തയ്യാറാണ്. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ തള്ളിക്കളയാൻ അവിടുന്ന് തയ്യാറാണ്. പക്ഷെ എന്തു വേണം? വീണ്ടും വചനം പറയുക, എന്നാൽ ഇപ്പോൾ ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന ഈ സമയം, ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനതകളും
പശ്ചാത്തപിക്കണമെന്ന് ദൈവം ആജ്ഞാപിക്കുന്നു. നമ്മൾ ഓരോ വാക്കും ശ്രദ്ധിക്കണേ. അത് ദൈവത്തിൻ്റെ ഉപദേശമല്ല, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അവിടുന്ന് ആജ്ഞാപിക്കുന്നു അനുദപിക്കാൻ. കാരണം അനുദപിച്ചാലാണ് ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരാൻ കഴിയുള്ളൂ. യെശയ്യാ 31:6, ഇസ്രായേൽ ജനമേ, ദൈവജനത്തെ ദൈവം വിളിക്കുകയാണ്, ദൈവജനമേ, നിങ്ങൾ കഠിനമായി മത്സരിച്ച് ഉപേക്ഷിച്ചവൻ്റെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുവിൻ. അപ്പോൾ ദൈവത്തോട് കഠിനമായ മത്സരത്തോടെ മറുതലിച്ചാണ് ദൈവജനം വിട്ടുപോയത്. ദൈവത്തിൻ്റെ വാക്കുകൾ തള്ളിക്കളഞ്ഞ്, ദൈവത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ തള്ളിക്കളഞ്ഞ്, ദൈവത്തിൻ്റെ വിളിയെ തള്ളിക്കളഞ്ഞ്, ദൈവത്തിന് തരുന്ന അവസരങ്ങളെ തള്ളിക്കളഞ്ഞ്, ദൈവത്തിൻ്റെ കരുണയെ അവഗണിച്ചുകൊണ്ട്, ദൈവം കാണിച്ച ദീർഘക്ഷമയെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒട്ടുങ്ങാത്ത മാത്സര്യത്തോടെ മറുതലിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പോയി. അങ്ങനെ ഉപേക്ഷിച്ച് ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരുവിൻ എന്ന് പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ തിരിച്ചു വരേണ്ട അവസാന അവസരമാണ് നാം ജീവിച്ചിരിക്കുന്ന ഈ കാലം. അതുകൊണ്ട് ഈ വചനങ്ങൾക്ക് ഇന്നുവരെയുള്ള മറ്റെല്ലാ മനുഷ്യരെക്കാൾ പ്രാധാന്യമുണ്ട് നമുക്ക്. യെശയ്യാ 44:22, കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടൽ മഞ്ഞുപോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി. അതിന് വഴി, ഒരു മാർഗം ദൈവം നൽകിയിട്ടുണ്ട്. യേശു ക്രിസ്തു കുരിശിൽ മരിച്ചതിന് ശേഷവും നമ്മുടെ മേൽ നമ്മുടെ പൂർവികരും ചെയ്ത സകല പാപങ്ങളുടെയും കാർമേഘങ്ങൾ, പാപക്കറകൾ നമ്മിൽ നിന്ന് തുടച്ചു മാറ്റാൻ ദൈവം ഒരു പദ്ധതി ഒരുക്കിയിരുന്നു. അവിടുന്ന് പറയുക, എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷ വെളിപ്പെടാൻ പോകുന്ന സമയത്താണ് നാം തിരിച്ചു വരേണ്ടത്. ഇവിടെ ഒരു 2000 വർഷം മുമ്പ് ദൈവത്തിൻ്റെ പുത്രൻ, ഏകരക്ഷകൻ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടു. അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച് പാപപരിഹാരം ചെയ്ത് പാപമോചനത്തിൻ്റെ രക്ഷ നമുക്ക് നേടിത്തന്നു. ഇത് വിശ്വസിക്കുന്നവരാണ് ഓരോ ക്രിസ്തീയ വിശ്വാസി. എന്നാൽ അത് രക്ഷയുടെ പൂർണ്ണതയല്ല. അത് രക്ഷയുടെ ആദ്യ ഫലം മാത്രമാണ്, അഥവാ അഡ്വാൻസ് മാത്രമാണ്. അതിൻ്റെ പൂർണ്ണ ഫലം നൽകാൻ വേണ്ടിയാണ്, അങ്ങനെ രക്ഷയുടെ പൂർണ്ണ ഫലം നൽകി നമ്മെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയാണ് ദൈവപുത്രൻ വെളിപ്പെടാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ രക്ഷയുടെ പൂർണ്ണത നമുക്ക് നൽകി, നമുക്ക് നിത്യരക്ഷ നൽകി നമ്മെ കൂട്ടിക്കൊണ്ടു പോകാൻ ഇതാ ദൈവത്തിൻ്റെ പുത്രൻ ഏകജാതൻ യേശു ക്രിസ്തു വീണ്ടും ശരീരം ധരിച്ച് ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞു എന്ന സദ്വാർത്ത ഈ ലോകത്ത് പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നാം തിരിച്ചു വരാൻ ദൈവം നമുക്ക് നൽകിയ അവസാന അവസരമാണ് ഇത് എന്ന് പറയുന്നു. യെരമ്യാ 3:12-14, നീ ഈ കാര്യങ്ങൾ വടക്ക് ദിക്കിനോട് പ്രഖ്യാപിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, അവിശ്വസ്തയായ ഇസ്രായേലേ, അവിശ്വസ്തയായ ദൈവജനമേ, തിരിച്ചു വരിക. അപ്പോൾ ലോകത്തിലേക്കുള്ള പോക്ക്, ലോകമോഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള പോക്ക്, ജഡിക സുഖങ്ങൾക്ക് വേണ്ടിയുള്ള യാത്ര, പാപങ്ങൾക്ക് വേണ്ടിയുള്ള യാത്ര, എല്ലാം ദൈവത്തിൽ നിന്നുള്ള അകന്നു പോക്കലാണ്. അവിടെ കർത്താവ് പറയുക, തിരിച്ചു വരിക, ഞാൻ നിന്നോട് കോപിക്കുകയില്ല. എന്തൊരു ഔദാര്യമാണ് ദൈവപിതാവ് കാണിക്കുന്നത് നോക്കിയേ, എന്തൊരു കരുണയാണ് കർത്താവ് കാണിക്കുന്നത് നോക്കിയേ. നീ ഇപ്പോൾ തിരിച്ചു വന്നാൽ കർത്താവ് പറയുക, ഞാൻ നിന്നോട് പഴയ പാപങ്ങളെ പ്രതി കോപിക്കുകയില്ല. അത് നമ്മൾ കണ്ടത്, നമ്മുടെ പാപങ്ങളും കറകളും തുടച്ചു നീക്കാൻ അവിടുന്ന് ഒരു മാർഗം, ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. ഞാൻ നിന്നോട് കോപിക്കുകയില്ല, ഞാൻ കാരുണ്യവാനാണ്, ഞാൻ കാരുണ്യവാനാണ്. നമ്മൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം വായിച്ചാൽ കാണാം, ദൈവം നമ്മോട് ഇപ്പോൾ കാരുണ്യവും ദീർഘക്ഷമയും കാണിക്കുന്നത്
നമ്മെ അനുതാപത്തിലേക്ക് നയിക്കാനാണ്. നമ്മെ അനുതാപത്തിലേക്ക് നയിക്കാനാണ്. അങ്ങനെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയാണ്. ഞാൻ കാരുണ്യവാനാണ്, ഞാൻ എന്നേക്കും കോപിക്കുകയില്ല, കർത്താവ് അരുളി ചെയ്യുന്നു. അതിനവിടുന്ന് പറയുക വീണ്ടും, അവിശ്വസ്തരായ മക്കളെ. ദൈവം വിളിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെയാണ് വിളിക്കുന്നത്. അവിശ്വസ്തരായ മക്കളെ, ഇന്നോളം ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചിട്ടും വിശ്വസ്തനായ പിതാവ് സ്നേഹത്തോടെ കാരുണ്യത്തോടെ വിളിക്കുക, മക്കളെ തിരിച്ചു വരുവിൻ. അത് തിരിച്ചു വരാൻ മക്കൾ വിസമ്മതിക്കുന്നത് കണ്ടാണ് പിതാവ് വേദനിക്കുന്നത്, അവിടുന്ന് വിലപിക്കുന്നത്. ഞാൻ മാത്രമാണ് നിങ്ങളുടെ നാഥൻ. ഒരു നഗരത്തിൽ നിന്നൊരു നായകനെയും ഒരു കുടുംബത്തിൽ നിന്ന് 2 പേരെയും തെരഞ്ഞെടുത്ത് ഞാൻ നിങ്ങളെ സിയോനിലേക്ക് കൊണ്ടുവരും, കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ദൈവമക്കളുടെ തിരിച്ചു വരവും സിയോനുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തിരിച്ചു വരുന്ന മക്കളെ ദൈവം കൂട്ടിച്ചേർക്കുന്ന ഇടമാണ് സിയോൻ. ഞാൻ നിങ്ങളെ സിയോനിലേക്ക് കൊണ്ടുവരും, കർത്താവ് അരുളി ചെയ്യുന്നു. അത് ലൗകികമായ കാഴ്ചപ്പാടിൽ കാണരുത്. അങ്ങനെ അനേകം ആളുകൾ കണ്ടിട്ട് അങ്ങനെ കൊണ്ടുവരുന്നത് നോക്കിയിരിപ്പുണ്ട്. ഈ പറയുന്നത് ആ കൊണ്ടുവന്നിരുന്നതിനെ കുറിച്ചല്ല. അപ്പോൾ ഈ കൊണ്ടുവരുന്നത് എവിടേക്കാണ്, ഏതാണ് യഥാർത്ഥ സിയോൻ എന്ന് നാം തിരിച്ചറിയണം. ബാറൂഖ് 4:28 ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ. അപ്പോൾ ദൈവത്തിൽ നിന്ന് പോകാൻ മനുഷ്യന് ഭയങ്കര തീക്ഷ്ണതയാണ്. ആ തീക്ഷ്ണത കൂട്ടാൻ ഈ ലോകത്തിൽ സാത്താൻ അനേകം അവൻ്റെ ലൗകിക മോഹങ്ങളെ, അവൻ്റെ ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ അനേകം കാര്യങ്ങൾ വെച്ച് നീട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവയുടെ എല്ലാം പുറകെ പരക്കം പായുകയാണ്. ആ കാണിച്ച തീക്ഷ്ണതയുടെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരണം. ദൈവത്തെ തേടണം. ദൈവവിശ്വാസി എന്ന് പറയുന്ന ഓരോരുത്തരും ചെയ്യാറുണ്ടോ? ദൈവത്തിന് വേണ്ടി ദൈവത്തെ ആത്മാർത്ഥമായി അന്വേഷിക്കാറുണ്ടോ? പലരും ഭക്താഭ്യാസങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനും മറ്റു കാര്യങ്ങൾക്കുമായി പോകുന്നത് അവനവൻ്റെ കാര്യത്തിന് വേണ്ടിയാണ്, തികച്ചും സ്വാർത്ഥരായിട്ട്. പെണ്ണിനെ കെട്ടിക്കണം, കടം വീടണം, വീട് വെക്കണം, വണ്ടി വാങ്ങിക്കണം, പരീക്ഷ പാസ്സാകണം, വിദേശത്ത് പോകണം, വിസ കിട്ടണം, പൗരത്വം കിട്ടണം, ഇവിടെ പ്രശ്നങ്ങൾ മാറണം, ഇവിടെ സുഖകരമായി ജീവിക്കണം. അതെല്ലാം അവനവൻ്റെ കാര്യങ്ങൾ, അവനവൻ്റെ മഹത്വത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, അവനവൻ്റെ ജഡിക സുഖങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ. അതിനു വേണ്ടി ഭക്താഭ്യാസം ചെയ്യും, അതിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും. അല്ലാതെ ദൈവത്തെ ദൈവസ്നേഹത്തിൽ നിന്നുകൊണ്ട് അന്വേഷിക്കാനോ ആ ദൈവത്തെ അറിയാനോ ആത്മാർത്ഥമായ ഏകാഗ്രമായ ഒരു ശ്രമം ആരും നടത്തുന്നില്ല. അതൊരു കർത്താവ് പറയുക, ദൈവത്തിലേക്ക് 10 ഇരട്ടി തീക്ഷ്ണതയോടെ ദൈവത്തിലേക്ക് തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ. അതിൻ്റെ സമയമാണത്. ജെറമ്യാ 4:1-4 കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലേ, ദൈവജനമേ, നീ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരിക. അത് വളരെ പ്രധാനപ്പെട്ടാണ്. അവനവന് ഇഷ്ടമുള്ളിടത്തേക്ക് തിരിച്ചു പോകാനല്ല കർത്താവ് പറയുന്നത്. ഏക സത്യദൈവമായ സകലത്തിൻ്റെയും സൃഷ്ടാവും പരിപാലകനുമായ ദൈവപിതാവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരണം. അതിന് പിതാവ് എവിടെ ഉണ്ടെന്നറിയണം, പിതാവ് എവിടെ വസിക്കുന്നു എന്നറിയണം. എൻ്റെ സന്നിധിയിൽ നിന്ന് മ്ലേച്ഛത നീക്കിക്കളയുകയും വഴിതെറ്റിപ്പോകാതിരിക്കുകയും ജീവിക്കുന്നവനായ കർത്താവിൻ്റെ നാമത്തിൽ പരമാർത്ഥമായും നീതിയായും സത്യസന്ധമായും ശപഥം ചെയ്യുകയും ചെയ്താൽ, ഇതൊക്കെ ചെയ്താൽ ജനതകൾ പരസ്പരം അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കും. അങ്ങനെ പിതാവിൻ്റെ നാമം വെളിപ്പെട്ട് കിട്ടുന്ന ഒരു സമൂഹമുണ്ട്. പിതാവിൻ്റെ നാമം വെളിപ്പെട്ട് കിട്ടുന്ന ഒരു സമയമുണ്ട്. അങ്ങനെ പിതാവിൻ്റെ നാമം വെളിപ്പെട്ട് കിട്ടിയ ഒരു ഗണം പരസ്പരം അനുഗ്രഹിക്കുന്നത് പിതാവിൻ്റെ നാമത്തിലാണ്.
കർത്താവിലായിരിക്കും അവരുടെ മഹത്വം. അപ്പോൾ ആ സമൂഹം, അങ്ങനെ തിരിച്ചു വരുന്ന സമൂഹം ഈ ലോകത്തിൽ സ്വയം മഹത്വമോ പരസ്പര മഹത്വമോ തേടില്ല. ഈ ലോകത്തിലെ ഒന്നും അവരുടെ മഹത്വമല്ല, കർത്താവാണ്. വീണ്ടും ശരീരം ധരിച്ചു വന്ന ദൈവപുത്രൻ, ഈ എംപറർ ഇമ്മാനുവേലാണ് അവരുടെ മഹത്വം. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ തരിശുഭൂമി ഉഴുതുമറിക്കുവിൻ. നിങ്ങളുടെ ഹൃദയമാകുന്ന തരിശുഭൂമി ഉഴുതുമറിക്കുവിൻ. മുള്ളുകൾക്കിടയിൽ വിത്ത് വിതയ്ക്കരുത്. ഇതാ ദൈവരാജ്യത്തിൻ്റെ നിത്യജീവൻ്റെ വിത്തുകൾ വിതയ്ക്കപ്പെടുന്നു. പക്ഷേ മുള്ളുകൾ നിറഞ്ഞതാകരുത് നിന്റെ ഹൃദയം. അത് ഉഴുതുമറിക്കണം. കർത്താവിനായി നിങ്ങളെ തന്നെ പരിച്ഛേദനം ചെയ്യുവിൻ. ഹൃദയ പരിച്ഛേദനം സ്വീകരിക്കുവിൻ. ശരീരത്തിൻ്റെ അധമവാസനകളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഈ യഥാർത്ഥ പരിച്ഛേദനം. അല്ല, ശരീരത്തിലെ പരിച്ഛേദനമല്ല, ബാഹ്യമായ പരിച്ഛേദനമല്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ നിമിത്തം എൻ്റെ കോപം അഗ്നി പോലെ ജ്വലിക്കും. അത് ജ്വലിക്കുന്ന സമയമാണ് ദൈവത്തിൻ്റെ പ്രതികാരത്തിൻ്റെ സമയം, അന്ത്യകാലം. അത് ശമിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് ആ കോപത്തിൽ പെട്ടു നശിച്ചു പോകാതിരിക്കാൻ നീ നിന്നെ തന്നെ പരിച്ഛേദനം ചെയ്യുവിൻ. ഹൃദയ പരിച്ഛേദനം. ജെറമ്യാ 15:19 കർത്താവ് അരുളി ചെയ്യുന്നു, നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ, അവിടുന്ന് മുൻകൂട്ടി പ്രവചിച്ചിരിക്കുന്ന പദ്ധതികൾ, അവിടുത്തെ വാഗ്ദാനങ്ങൾ നിങ്ങളിൽ പൂർത്തിയാകണമെങ്കിൽ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരണം. എവിടെ നിന്നെല്ലാം തിരിച്ചു വരണം? ഈ ലോകത്തിൽ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരണം. ഈ ലോകത്തിൽ മഹത്വത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരണം. സകല അജ്ഞതകളുടെ ഇടങ്ങളിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരണം. സകല നുണകളിൽ നിന്നും ദൈവത്തിൻ്റെ സത്യത്തിലേക്ക് തിരിച്ചു വരണം. ദൈവപിതാവിലേക്ക് തിരിച്ചു വരണം. ജെറമ്യാ 24:7 ഞാനാണ് കർത്താവ് എന്ന് ഗ്രഹിക്കുന്നതിനായി ഞാൻ അവർക്ക് ഹൃദയം നൽകും. അപ്പോൾ നമ്മൾ കണ്ടു, നാം ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരേണ്ട ഒരു സമയം, അങ്ങനെ തിരിച്ചു വന്ന് ദൈവത്തെ തേടേണ്ട സമയം, ദൈവത്തെ ഏകാഗ്രതയോടെ അറിയേണ്ടതിൻ്റെ ആവശ്യകത. അങ്ങനെ നാം ദൈവപിതാവിനെ അറിയണമെങ്കിൽ നമുക്കൊരു പുതിയ ഹൃദയം ലഭിക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു പറഞ്ഞു, യോഹന്നാൻ 16:25 അത് എഴുതിയിട്ടുണ്ട്. യേശു ക്രിസ്തു പറഞ്ഞു, ഉപമകൾ വഴിയാണ് ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞത്. എന്നാൽ ഉപമകൾ വഴി അല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു. അപ്പോൾ പിതാവിനെ പറ്റി സ്പഷ്ടമായി ഞാൻ നിങ്ങളെ അറിയിക്കും. അത് കർത്താവിന് 1-ാം വരവിൽ പൂർത്തിയായ കാര്യമല്ല. അപ്പോൾ ദൈവപിതാവിനെ നാം യഥാർത്ഥത്തിൽ അറിയുന്നത്, പൂർണ്ണമായി അറിയുന്നത് അന്ത്യകാലത്താണ്. അപ്പോൾ അങ്ങനെ ഗ്രഹിക്കുന്നതിനായി നമുക്കൊരു പുതിയ ഹൃദയം അവിടുന്ന് നൽകും. അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. ആർക്കൊക്കെയാണോ ഈ പുതിയ ഹൃദയം ലഭിക്കുന്നത് അവർ പൂർണ്ണ ഹൃദയത്തോടെ ഈ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരും. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരാൻ ഈ പുതിയ ഹൃദയം നമുക്ക് കിട്ടണം. എങ്കിൽ മാത്രമേ തിരിച്ചു വരാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഹൃദയം നമുക്ക് നൽകണേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. യെശയ്യാ 35:10 കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും ഗാനാലാപത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ദൈവപുത്രൻ്റെ 2-ാം വരവിൽ അവൻ രക്ഷ നൽകാനായി ഒരുക്കുന്ന സംവിധാനമാണ് സിയോൻ. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരുന്നവർ ഗാനാലാപത്തോടെ പ്രവേശിക്കുന്ന ഇടമാണ് സിയോൻ. നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും. ഇത് ദൈവത്തിൻ്റെ വാക്ക്. അവർ സന്തോഷിച്ചുല്ലസിക്കും, ദുഃഖവും നെടുവീർപ്പും അകന്നു പോകും.
അപ്പോൾ തിരിച്ചു വരാനുള്ള സമയമായിട്ടും മക്കൾ തിരിച്ചു വരാത്തതിൽ വിലപിക്കുന്ന ദൈവപിതാവ് ആ മക്കളെ തൻ്റെ അടുക്കിലേക്ക് വീണ്ടും വിളിക്കുന്ന, തിരിച്ചു വരാൻ മക്കൾക്ക് കൊടുക്കുന്ന അവസാനത്തെ വിളിയാണ് സദ്വാർത്ത. ഈ സദ്വാർത്തയാണ് ഈ അന്ത്യകാലത്ത് ഇപ്പോൾ സിയോൻ പ്രഘോഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തിരിച്ചു വരാൻ ദൈവം നൽകുന്ന അവസരം തിരിച്ചറിയാൻ, ആ അവസരം നൽകുന്ന ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കാൻ ഓരോ ദൈവമക്കളും തങ്ങളുടെ ഹൃദയം തുറക്കട്ടെ. ദൈവത്തിൻ്റെ നീതിപൂർവമായ ശിക്ഷയും പ്രതികാരവും ദുഷ്ടരുടെ മേൽ, സാത്താൻ്റെ മേൽ പതിക്കുന്ന ഈ കാലത്ത് അതിൽപ്പെട്ട് ദൈവമക്കൾ നശിച്ചു പോകാതിരിക്കാൻ ദൈവം വിലാപത്തോടെ മക്കളെ വിളിക്കുകയാണ് ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരാൻ. ദൈവത്തിൻ്റെ ഓരോ പൈതലും ഈ വിലാപം ശ്രദ്ധിക്കട്ടെ. ദൈവത്തിൻ്റെ ഓരോ കുഞ്ഞും ദൈവപിതാവിൻ്റെ വേദന തിരിച്ചറിയട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ അകൃത്യങ്ങളും പാപങ്ങളും ഉപേക്ഷിച്ച്, അജ്ഞതയും നുണകളും വ്യർത്ഥതയും ഉപേക്ഷിച്ച്, ലൗകികമായത് ഉപേക്ഷിച്ച് നിത്യമായ ദൈവരാജ്യം സ്വന്തമാക്കാൻ, ദൈവത്തോടൊത്ത് വസിക്കാൻ, ദൈവത്തെ അന്വേഷിക്കാൻ ഓരോ ദൈവമക്കളും ദൈവത്തിലേക്ക് തിരിയട്ടെ. നിത്യരക്ഷ നൽകി നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ഏകജാതൻ എംപറർ ഇമ്മാനുവേലിന് മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട യോഗ്യത നേടാൻ നാം ആദ്യം ദൈവത്തിലേക്ക് തിരിച്ചു വരണം. അങ്ങനെ തിരിച്ചു വരാൻ ഓരോ ദൈവമക്കളെയും അവിടുന്ന് തന്നെ, അത്യുന്നതനായ പിതാവ് തന്നെ അവിടുന്നിലേക്ക്, ദൈവത്തിലേക്ക് തിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലും, എല്ലാ പ്രവൃത്തികളിലും അത്യുന്നതനായ ദൈവം, അവിടുത്തെ പരിശുദ്ധ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ.